പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷ 5ാം ക്ലാസ് താരീഖ് വൽ അഖ്ലാഖ് 2 പരീക്ഷ മാത്രമേ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. സമയങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. കളിയും മറ്റുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പാഠഭാഗങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നന്നായി പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഈ 2 പരീക്ഷയിലും നമുക്ക് ഉറപ്പായും ടോപ്പ് പ്ലസ് വാങ്ങണം. ടോപ്പ് പ്ലസ് വാങ്ങാൻ സഹായകമാകുന്ന ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ഒരു പ്രധാന ചോദ്യപേപ്പർ വായിക്കുകയാണ്. യോജിപ്പിക്കുക എന്ന ഒന്നാമത്തെ ചോദ്യം. ഉഹുദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ 15. ഏറെക്കുറെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചവർക്ക് ഒന്നുകൂടെ ഉറപ്പാക്കാനും പഠിക്കാത്തവർക്ക് പഠിക്കാനുമുള്ള അവസരമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഒരുക്കുന്നത്. രണ്ടാമത്തത് തെക്കുവ നിലകൊള്ളുന്ന സ്ഥലമാണ് ഖൽബ് അഥവാ ഹൃദയം. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധം ഉസ്വത്താണ്. 4. പശ്ചാത്തപിക്കാൻ മടിക്കരുത്, അതാണ് ചോദിച്ചത്. 5. ഉഹുദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ 300 പേര് മുനാഫിക്കുകളാണ്. 6. സമൂദുകളെ ശിക്ഷിക്കപ്പെട്ട സ്ഥലം ഹിജ്റാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. പാഠഭാഗം നന്നായി വായിച്ചവർക്ക് വളരെ എളുപ്പമായിരിക്കും. ഇനി രണ്ടാമത്തത് ഹിജറ വർഷവും മാസവും എഴുതുക എന്ന ചോദ്യമാണ്. വർഷം മാസം 2 കള്ളികൾ കൊടുത്തിട്ടുണ്ട്. 5 ചോദ്യങ്ങളുണ്ട്. അതിൽ ഖൈബർ യുദ്ധം ഹിജറ 7-നാണ്. വർഷം എന്നുള്ള കള്ളിയിൽ ഹിജറ 7 എന്ന് എഴുതുക. മാസം മുഹറമാണ്. 2. ഉഹുദ് യുദ്ധം ഹിജറ 3 ശവ്വാൽ മാസം. 3. മക്ക വിജയം ഹിജറ 8-നാണ്, റമളാൻ മാസമാണ്. 4. പ്രതിരോധിക്കാനുള്ള അനുവാദം ലഭിച്ചത് ഹിജറ 2 സഫറിനാണ്. 5. ഹജ്ജത്തുൽ വിദാഇന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടത് ഹിജറ 10 ദുൽഖഅദയിലാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ വിഷയങ്ങൾ പ്രധാനമാണ്. ഈ ഒരു ചോദ്യം ഇങ്ങനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രൂപത്തിൽ ചോദ്യപേപ്പറിൻ്റെ അങ്ങും ഇങ്ങുമൊക്കെ ആയി നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ തന്നെ ഇത് 5ഉം പഠിച്ചു വെക്കുക. അടുത്തത് ഉത്തരം എഴുതാം എന്ന പ്രധാനപ്പെട്ട 6 ചോദ്യം. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവർ ചെയ്ത് കൂടെ കൂടുക. ഉത്തരം എഴുതാം എന്നുള്ളതിൽ ഒന്നാമത്തത് ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിനെ? പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും. രണ്ടാമത്തത് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയത് എപ്പോൾ? ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാതെ വന്നപ്പോഴാണ്. മൂന്നാമത്തത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് എന്ത്? എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും. 4. ജബലുർ റുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ആര്? അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേര്. 5. പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ ഏതെല്ലാം? വെള്ളവസ്ത്രം, തലപ്പാവ്, ഖമീസ്. 6. മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്കുള്ള ദൂരം എത്ര? 50 മൈല്. പ്രധാനപ്പെട്ട 6 ചോദ്യങ്ങൾ പഠിച്ചു എന്ന് ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തുക. ഈ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ വന്നാലും നമുക്കറിയാതെയായി പോകരുത്. ഇനി നാലാമത്തത് ശരി അടയാളപ്പെടുത്തുക എന്ന ചോദ്യമാണ്. എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഒറ്റ ശരി മാത്രമേ നമ്മുടെ ഉത്തരപേപ്പറിൽ ഉണ്ടാവാവൂ. എല്ലാ കള്ളിയിലും കൊണ്ടുപോയി ശരിയിട്ടത് വെട്ടി ആകെ അലങ്കോലപ്പെടുത്തരുത്. അത് മാർക്ക് കുറക്കാൻ കാരണമാകും. 1. കൽബിൻ്റെ അസുഖങ്ങളിൽപ്പെട്ടതാണ് കോപം. 2. ഖന്തക്കിൽ മുസ്ലിം സൈന്യത്തിൻ്റെ എണ്ണം 3000. ഓർത്തു വെക്കുക, 3000. 3. വൻ പാപങ്ങളിൽ പെട്ടതാണ് വ്യഭിചാരം. 4. മദീനയുടെയും ഷാമിൻ്റെയും ഇടയിലുള്ള സ്ഥലം ഖൈബറാണ്. 5. മനുഷ്യരെ അള്ളാഹു പരീക്ഷിക്കും. ഭയം ഇട്ടുകൊടുത്ത് മനുഷ്യരെ പരീക്ഷിക്കും. 6. ഉഹുദിൽ പതാക വഹിച്ചത് ആരായിരുന്നു? മുസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒന്നുകൂടെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ അത് മനസ്സിൽ തറപ്പിച്ച് വെക്കുക. 5. പൂരിപ്പിക്കുക എന്നതാണ്. പാഠം നല്ലോണം വായിക്കണം എന്ന് വീണ്ടും തെളിയിക്കുകയാണ്. ഇതുപോലത്തെ പല ചോദ്യങ്ങളും പാഠഭാഗങ്ങളിലുണ്ട്. 2 വിഷയങ്ങളുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ടോപ്പ് പ്ലസ് നഷ്ടപ്പെട്ടു പോകരുത്. ഒന്നാമത്തത് ലഅല്ലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദ.
ഈ ഒരു വർഷത്തിന് ശേഷം ചിലപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയേക്കില്ല. അതാണ് അതിൻ്റെ ആശയം. അതിൻ്റെ ആശയവും അത് പൂരിപ്പിക്കാനുള്ളതും പഠിക്കണം. വക്കുൽ ജാ അൽ ഹക്കു, സത്യം വന്നു, വസഹക്കൽ ബാത്തിലു, അസത്യം പൊളിഞ്ഞു, ഇന്നൽ ബാത്തില കാന സഹൂക്ക, നിശ്ചയം അസത്യം അത് പൊളിയാനുള്ളത് തന്നെയാണ്, പൊളിയുക തന്നെ ചെയ്യും. 3 വനാഫിയുൽ കീരി, ഉലയിൽ ഊതുന്നവൻ, ഇമ്മ അയ്യുഹ്ലിക്ക സിയാബക്ക, ഒരുപക്ഷെ അവൻ്റെ അരികിലിരുന്നാൽ നിൻ്റെ വസ്ത്രം കരിഞ്ഞു പോയേക്കാം. വ ഇമ്മ അൻ നജിദു മിൻഹു റീഹൻ ഖബീസത്തൻ, അല്ലെങ്കിൽ മോശമുള്ള വാസന അവൻ്റെ അരികിൽ നിന്ന് നിനക്ക് ലഭിച്ചേക്കാം. അപ്പോൾ ഒന്നുകിൽ നിൻ്റെ വസ്ത്രം തീപ്പൊരി ആയി വസ്ത്രം ഓട്ടാകും, അല്ലെങ്കിൽ നിനക്ക് മോശപ്പെട്ട വാസന ലഭിക്കും. അത്രയേ ഉള്ളൂ ഉലയിൽ ഊതുന്നവൻ്റെ അടുത്ത് ഇരുന്നാൽ. നേരെ മറിച്ച് അത്തർ വിൽപ്പനക്കാരൻ്റെ അരികിൽ ഇരുന്നാൽ നിനക്ക് നല്ല വാസന കിട്ടും. 4 യാ മഅ്ശറൽ മുഹാജിരീന, ഓ മുഹാജിരി കൂട്ടമേ, വൽ അൻസാർ ഹല്ലുമു ഇലാ റസൂലില്ലാ, നബിയിലേക്ക് നിങ്ങൾ വരിക. ഇതൊക്കെയാണ് അതിൻ്റെ ആശയങ്ങളും അറബിയും നമ്മൾ പഠിച്ചു വെക്കുക. ഇനി 6ാമത്തേത് വ്യക്തമാക്കുക എന്ന ചോദ്യമാണ്. അതിലൊന്ന് തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഷിച്ച വിചാരം, വിശ്വാസം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കൽ. 2 ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ല എന്ന കരാറിലേർപ്പെട്ട മദീനയിലെ ഗോത്രങ്ങൾ ബനു ഖൈനുക്കാ, ബനു ഖുറൈള, ബനു നളീർ. ഇവരുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. നോട്ട് ചെയ്ത് വെക്കുക. 3ാമത്തേത് കേട്ടതെല്ലാം പറയരുത്. എന്തുകൊണ്ട്? അതിൽ കളവ് വന്ന് ചേരാൻ ഇടയുള്ളത് കൊണ്ട്. അപ്പോൾ അതിൽ കളവ് വന്ന് ചേരാൻ ഇടയുള്ളത് കൊണ്ട് കേട്ടതെല്ലാം പറയരുത്. 4 ആരുടെ നിലപാടാണ് ബദർ യുദ്ധം അനിവാര്യമാക്കിയത്? അബൂജഹലിനെ പോലുള്ള ശത്രുക്കളുടെ. ഇനി 7ാമത്തേതിലേക്ക് വരുമ്പോൾ സാരം എഴുതുക എന്നതാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഅ വഖദ് ഖാബ മൻ ദസ്സാഅ, നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു. 2 ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസനിൻ, ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക. ഇത് ഏതെങ്കിലും ഒരു രൂപത്തിൽ പേപ്പറിൽ ഉണ്ടാകും, ശ്രദ്ധിക്കുക. 3 അത്തഖ്വ ഹാഉന, ഇവിടെയാണ് തഖ്വ. 4 ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഅർ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. 2 വിഷയങ്ങളിൽ നിന്നായി ഒരുപാട് ആയത്തുകളും ഹദീസുകളും അറബിയും നമുക്ക് പഠിക്കാനുണ്ട്. പരമാവധി പഠിച്ചു വെക്കുക. പിന്നെ നല്ലോണം പഠിക്കാൻ പറ്റാത്തത് നല്ലോണം വായിച്ച് അതിൻ്റെ ആശയവും വായിക്കുക. എന്നിട്ട് അഥവാ ചോദ്യപേപ്പറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നില്ലെങ്കിൽ അതിൽ ഏതെങ്കിലും 1-2 അറബിയുടെ അർത്ഥം നമുക്ക് സിമ്പിളായിട്ട് അറിയുന്നുണ്ടാകും. അപ്പോൾ അതിൽ ഓർത്ത് നോക്കിയിട്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കി നമ്മൾ എഴുതുക. ഒരിക്കലും നമ്മൾ ഒഴിച്ചിടരുത്. ഇനി ആശയവും കിട്ടുന്നില്ലെങ്കിൽ അറിയുന്ന വേർഡിൻ്റെ അറബിയെങ്കിലും എഴുതി വെച്ചാൽ അതിൻ്റെ പകുതി മാർക്കെങ്കിലും നമുക്ക് ലഭിക്കും. പ്രത്യേകം ഇത് ശ്രദ്ധിക്കുക. ഒരു ചോദ്യവും ഒഴിച്ചിടരുത്. ഇൻഷാ അല്ലാഹ് ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ മോഡൽ നമുക്ക് മനസ്സിലായി. ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ ഇനിയുള്ള 2 പരീക്ഷയിലും ടോപ്പ്ലസ് വിജയം നൽകട്ടെ. കമൻറ്റിൽ ആമീൻ പറയുന്ന എല്ലാവർക്കും അല്ലാഹു ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.